ഹലോ. സദ്യയിലൊക്കെ കിട്ടുന്ന അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലേ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു മാങ്ങ നമ്മൾ ചെറുതാക്കിയിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് അരിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ തിരുമ്പിയിട്ട് വെക്കണം. ഇതിൽ പച്ചമുളക് ഇടണമെങ്കിൽ ഇടാം, അത് ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെച്ച് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയുടെ ആവശ്യം വെളുത്തുള്ളിയുടെ ആവശ്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതിലോട്ട് കുറച്ച് കടുക് പിന്നെ നമ്മൾ വറ്റൽമുളകും ഉണ്ടല്ലോ അതും കൂടെ പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ അച്ചാറിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അച്ചാർ റെഡി ആയിട്ട് എടുക്കും കേട്ടോ. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നൊസ്റ്റ് വരും ഈ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ.